നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കറുകച്ചാലിൽ കള്ളനോട്ടുകൾ പിടികൂടിയ സംഭവം. പൊൻകുന്നം സ്വദേശി ഉൾപ്പെടെ 4 പേർ പോലീസ് പിടിയിൽ. പിടിച്ചെടുത്തത് 500-ന്റെ 135 നോട്ടുകൾ. ഉറവിടം അന്വേഷിക്കുന്നു. ഓണം ഖാദി മേളകൾ കോട്ടയം ജില്ലയിൽ തുടങ്ങി. മേളകൾ ഖാദിയെ കൂടുതൽ ജനകീയമാക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ്. മണർകാട്ടെ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും ഓട്ടോറിക്ഷ വാങ്ങാനെടുത്ത വായ്പാ തുക പൂർണ്ണമായും നൽകിയിട്ടും NOC നൽകുന്നില്ലെന്ന് പരാതി. ഇനിയും 2 ലക്ഷം കൂടി വേണമെന്ന് ആവശ്യപ്പെട്ട ധനകാര്യ സ്ഥാപനം. ആനിക്കാട് സ്വദേശിയും കുടുംബവും ആത്മഹത്യയുടെ വക്കിൽ. വിശ്വാസവീഥിയിൽ ഭരണങ്ങാനം. വിശുദ്ധ അൽഫോൻസാമയുടെ പ്രധാന തിരുനാൾ നാളെ. നാടാകെ ഭരണങ്ങാനത്തേക്ക്. വാർത്തകൾ വിശദമായി. കറുകച്ചാലിൽ 500 രൂപയുടെ കള്ളനോട്ടുകൾ പിടികൂടിയ സംഭവവുമായി ബന്ധപ്പെട്ട് 4 പേരെ പോലീസ് പിടികൂടിയവരിൽ പൊൻകുന്നം കോയിപ്പള്ളി കോളനി സ്വദേശിയും ഉൾപ്പെടും. ഇവരിൽ നിന്നായി 500 രൂപയുടെ 135 നോട്ടുകൾ പിടികൂടിയിട്ടുണ്ട്. കറുകച്ചാലിൽ കള്ളനോട്ടുകൾ പിടികൂടിയ സംഭവത്തിൽ 4 പേർ കറുകച്ചാൽ പോലീസിന്റെ പിടിയിലായി. 500 രൂപയുടെ കള്ളനോട്ടുകളുമായി ആനിക്കാട് രണ്ടുപാറയിൽ അലക്സ് വാവ എന്ന അലക്സ് തോമസ് ആണ് 2 ദിവസം മുൻപ് പിടിയിലായത്. കറുകച്ചാലിലെ ബീവറേജസ് ഷോപ്പിൽ മദ്യം വാങ്ങാൻ വന്ന ഇയാൾ നൽകിയ 500 രൂപയുടെ നോട്ടിൽ ജീവനക്കാർക്ക് സംശയം തോന്നി പോലീസിൽ അറിയിക്കുകയായിരുന്നു. ഇയാളെ ചോദ്യം ചെയ്തതിന് ശേഷം വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് 62 നോട്ടുകൾ കൂടി പിടിച്ചത്. ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് മറ്റു 3 പേരെ കൂടി പിടികൂടിയത്. കറുകച്ചാൽ NSS എസ്റ്റേറ്റിന് സമീപം താമസിക്കുന്ന മുതുമരത്തിൽ വീട്ടിൽ മെൽബർട്ട് മാത്യു, മല്ലപ്പള്ളി ആനിക്കാട് രണ്ടുപാറയിൽ ആൽബിൻ തോമസ്, പൊൻകുന്നം കോയിപ്പള്ളി ലക്ഷം വീട് കോളനിയിൽ പുതിയ പറമ്പിൽ ബിബിൻ ബേബി എന്നിവർ കൂടി അറസ്റ്റിലായി. ഇവരിൽ നിന്നുമായി 500 രൂപയുടെ 70 വ്യാജ നോട്ടുകൾ കൂടി കണ്ടെടുത്തു. 4 പേരിൽ നിന്ന് 132 കള്ളനോട്ടുകൾ പിടികൂടിയിട്ടുണ്ട്. കള്ളനോട്ടുകൾ ലോക്കൽ പ്രസ്സിലാണ് അച്ചടിച്ചതെന്ന് പോലീസ് കണ്ടെത്തി. നോട്ടിന്റെ ഉറവിടം തേടി പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം ജില്ലയിൽ ഖാദി ഓണം മേള തുടങ്ങി. മേളകൾ ഖാദിയെ കൂടുതൽ ജനകീയമാക്കുമെന്ന് ഉദ്ഘാടനം ചെയ്ത് മന്ത്രി മോൻസ് ജോസഫ് പറഞ്ഞു. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ ഓണം മേള 2026 ജില്ലാതല ഉദ്ഘാടനം കോട്ടയത്ത് നടന്നു. സമൂഹത്തിലേക്ക് ഖാദിയുടെ സന്ദേശം എത്തിക്കുന്നതിലൂടെ നമ്മുടെ സംസ്കാരത്തെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നതെന്ന് ഉദ്ഘാടനം നിർവഹിച്ച് ജലവിഭവ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് പറഞ്ഞു. ഖാദി വകുപ്പിന്റെ ചുമതല മുഖ്യമന്ത്രി നേരിട്ട് വഹിക്കുന്നതിനാൽ ഈ മേഖലയിൽ കാര്യമായ നേട്ടങ്ങൾ കൊണ്ടുവരാൻ സവിശേഷ ശ്രദ്ധയുണ്ടാകും. ഖാദി മേഖലയെ കൂടുതൽ ജനകീയമാക്കാൻ ഇതുപോലുള്ള മേളകളിലൂടെ കഴിയുമെന്നും മന്ത്രി മോൻസ് ജോസഫ് പറഞ്ഞു. ഖാദി വസ്ത്രങ്ങൾക്ക് ഭാരതീയ ജീവിതത്തിലും കേരളത്തിന്റെ സാമൂഹിക ജീവിതത്തിലും വളരെ വലിയ പ്രാധാന്യമുണ്ട്. ഈ പ്രാധാന്യം ഗ്രാമീണ മേഖലയിലുള്ള സാധാരണക്കാരായ ആളുകളുടെ പരിശ്രമത്തിലൂടെയാണ് ഇതെല്ലാം സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഖാദി ഉപഭോക്താക്കളിലേക്ക്, സമൂഹത്തിലേക്ക് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട സന്ദേശം കൂടുതലായി എത്തിക്കുവാനും ഖാദി വസ്തുക്കൾ കൂടുതലായി വിറ്റഴിക്കുവാനും അതിലൂടെ നമ്മുടെ സംസ്കാരത്തെ സംരക്ഷിക്കുവാനും ഖാദി മേഖലയെ സംരക്ഷിക്കുവാനും ഒക്കെ കഴിയുന്ന വിധത്തിൽ ഈ പ്രവർത്തനങ്ങളെ നമുക്ക് മാറ്റിയെടുക്കുവാൻ കഴിയേണ്ടതായിട്ടുണ്ട്. അതിന് പ്രചോദനം പകരുന്ന വിധത്തിൽ ഈ വർഷത്തെ ഓണം ഖാദി മേള മാറട്ടെ എന്ന് ആശംസിക്കുന്നു. കോട്ടയം CSI കോംപ്ലക്സിലെ ഖാദി ഗ്രാമ സൗഭാഗ്യ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. ഷോറൂം സന്ദർശിച്ച മന്ത്രി ഖാദി ഷർട്ട് പീസും വാങ്ങിയാണ് മടങ്ങിയത്. നഗരസഭാ ചെയർമാൻ MP സന്തോഷ് കുമാർ അധ്യക്ഷനായി. ഡിസൈനർ ചുരിദാറുകളുടെ ലോഞ്ചിങ്ങും അദ്ദേഹം നിർവഹിച്ചു. ആദ്യ വിൽപ്പന നഗരസഭാംഗം ജോൺ സഖറിയാസ് നിർവഹിച്ചു. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് സെക്രട്ടറി ഡോക്ടർ KA രതീഷ്, ഡെപ്യൂട്ടി ഡയറക്ടർ MV മനോജ് കുമാർ, A അനിത്ത്, സിയ P ജോസ്, K മഹാദേവൻ, ഡോക്ടർ അഞ്ജു C നായർ തുടങ്ങിയവർ പ്രസംഗിച്ചു. എനിക്കും വേണം ഖാദി എന്ന ആശയവുമായി കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും ചേർന്ന് ഓഗസ്റ്റ് 25 വരെയാണ് മേള നടത്തുന്നത്. ഖാദി വസ്ത്രങ്ങൾക്ക് 30% സർക്കാർ റിബേറ്റും വിവിധ സമ്മാന പദ്ധതികളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഓട്ടോറിക്ഷ വാങ്ങുന്നതിനായി ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും വായ്പ എടുത്ത തുക പൂർണ്ണമായും അടച്ചിട്ടും വായ്പാ തുക കൂടുതൽ ചോദിക്കുന്നതായി ആനിക്കാട് സ്വദേശിയുടെ പരാതി. മണർകാട്ടുള്ള സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന്റെ ഭീഷണിയെ തുടർന്ന് നിർധന കുടുംബം ആത്മഹത്യയുടെ വക്കിലാണ്. ഓട്ടോറിക്ഷ വാങ്ങുന്നതിനായി മണർകാട്ടുള്ള ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും എടുത്ത ലോൺ പൂർണ്ണമായും തിരിച്ചടച്ചിട്ടും വീണ്ടും കൂടുതൽ തുക ആവശ്യപ്പെടുന്നതായി പരാതി. ആനിക്കാട് വെസ്റ്റ് പാറേമലയിൽ രാജു ഔസേപ്പാണ് പരാതിക്കാരൻ. മണർകാട്ടുള്ള ഇസാബ് ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും മകന് ഓട്ടോറിക്ഷ വാങ്ങുന്നതിനായി 2020 2,10,000 രൂപ ലോൺ എടുത്തതായി രാജു ഔസേപ്പ് പറയുന്നു.
60 തവണകളായി 5,900 രൂപ വീതം അടച്ച് 3,51,000 രൂപ നൽകിയിട്ടും NOC നൽകാൻ ബാങ്ക് തയ്യാറായില്ലെന്ന് രാജു പറയുന്നു. 2 ലക്ഷം രൂപ ഇനിയും അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് ബാങ്ക് ഭീഷണിപ്പെടുത്തുകയാണെന്നും തന്റെ കുടുംബം ആത്മഹത്യയുടെ വക്കിലാണെന്നും രാജു ഔസേപ്പ് പറഞ്ഞു. ഞങ്ങൾ അവരോട് ആവശ്യപ്പെട്ടെങ്കിലും അവർ NOC പേപ്പർ തരാൻ തയ്യാറായില്ല. 1 വർഷത്തിന് ശേഷം അവരിപ്പം വീണ്ടും സമീപിച്ച് 2 ലക്ഷം രൂപ എന്നോട് അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടു. എൻ്റെ വണ്ടിയും ജപ്തി ചെയ്ത് വീടും സ്ഥലവും ജപ്തി ചെയ്യുമെന്നും അവർ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. അവിടെ എനിക്ക് ഈ ഇത്രയും പൈസ ഒരുമിച്ച് അടയ്ക്കാനുള്ള സാമ്പത്തിക ശേഷിയില്ല. കാരണം ഞാൻ 58 കോളനിയിലാണ് താമസിക്കുന്നത്. പള്ളിക്കത്തോട്ടിലെ 58 കോളനി 13-ാം വാർഡിൽ ആണ് ഞാൻ താമസിക്കുന്നത്. ആ സ്ഥലം പോലും ജപ്തി ചെയ്യുമെന്ന് ഇവർ ഭീഷണിപ്പെടുത്തിയതിൻ്റെ പേരിലാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. എനിക്ക് യാതൊരു നിർവാഹവുമില്ല ഈ പണം അടയ്ക്കുവാനായിട്ട്. ഞാൻ എൻ്റെ കുടുംബവും ആത്മഹത്യയുടെ വക്കിലാണ് നിൽക്കുന്നത്. പ്രശ്നത്തിന് പരിഹാരം ലഭിക്കണമെന്നാവശ്യപ്പെട്ട് ഈ മാസം 29-ന് ബാങ്കിന് മുന്നിൽ രാജുവും കുടുംബവുമായി നിരാഹാര സമരം നടത്തുമെന്ന് കേരള കോൺഗ്രസ് ജോസഫ് മണ്ഡലം പ്രസിഡന്റ് സജി തോമസ് പറഞ്ഞു. മറ്റന്നാൾ മുതൽ ഈ ബാങ്കിൻ്റെ മുമ്പിൽ സത്യാഗ്രഹം കിടക്കാനുള്ള നടപടിയാണ്. പാർട്ടിയുടെ എല്ലാ സപ്പോർട്ടുകളും അദ്ദേഹത്തിന് കൊടുക്കും. കാരണം പാർട്ടിയുടെ ഒരു സജീവ പ്രവർത്തകനാണ്. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ സജീവ പ്രവർത്തകൻ നേരത്തെ അവിടുത്തെ വാർഡ് പ്രസിഡൻ്റായിരുന്നു. പാർട്ടിക്ക് വേണ്ടി സജീവമായി പ്രവർത്തിച്ച വ്യക്തിയാണ്. അപ്പോൾ ഇതിനകത്ത് സത്യസന്ധമായ ഒരു കാര്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത് ഇടപെടാൻ സാധിച്ചത്. കൃത്യമായിട്ട് ഇവർ ഇത്തരത്തിൽ ഒരു കൂലിപ്പണിക്കാരനോട് ഇത്തരം പെരുമാറ്റമാണെങ്കിൽ മുന്നോട്ടുള്ള മറ്റു വ്യക്തികളോടുള്ള പെരുമാറ്റം എന്താണെന്നുള്ള ഒരു ആശങ്കയായി നിൽക്കുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് പരിഹരിച്ച് അദ്ദേഹത്തിന് ജീവിക്കാൻ അവസരം കൊടുക്കുക. പ്രശ്നത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് രാജു ഔസേപ്പ് കാഞ്ഞിരപ്പള്ളി MLA പ്രൊഫസർ റോണി കെ ബേബിക്ക് നിവേദനം നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. വിശുദ്ധ അൽഫോൻസാമയുടെ പ്രധാന തിരുനാൾ നാളെ നടക്കും. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നായി ആയിരങ്ങളാണ് ഭരണങ്ങാനത്തെ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് ഒഴുകിയെത്തുന്നത്. വിശുദ്ധ അൽഫോൻസ തീർത്ഥാടന കേന്ദ്രം രാപ്പകൽ വ്യത്യാസമില്ലാതെ വിശ്വാസികളാൽ നിറയുകയാണ്. തിരുനാളിന് കൊടിയേറിയതു മുതൽ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും അൽഫോൻസാമയുടെ കബറിടത്തിൽ ആളുകൾ നിരന്തരം വന്ന് പ്രാർത്ഥിച്ച അനുഗ്രഹങ്ങൾ നേടി മടങ്ങുന്നു. വിശുദ്ധ അൽഫോൻസാമ സഹനബലി പൂർത്തിയാക്കി സ്വർഗീയ പർദീസയിലേക്ക് വിളിക്കപ്പെട്ടതിന്റെ അനുസ്മരണ തിരുനാൾ നാളെയാണ്. വിശുദ്ധയുടെ ആത്മീയ സാന്നിധ്യമുള്ള ക്ലാരമഠത്തിലും നിത്യവ്രതം സ്വീകരിച്ച സെന്റ് മേരീസ് സ്വർണ്ണപ്പള്ളിയിലും കബറിടമുള്ള ചാപ്പലിലും അനേകായിരങ്ങൾ പ്രാർത്ഥനാകാര്യങ്ങളുമായി ഈ ദിവസങ്ങളിൽ എത്തി. ഇന്ന് വൈകുന്നേരം ക്ലാരമഠത്തിലേക്ക് ആയിരങ്ങൾ പങ്കെടുക്കുന്ന ജപമാല പ്രദക്ഷിണം നടന്നു. പേപ്പൽ പതാകകളാലും മുത്തുക്കുടകളാലും അലങ്കൃതമായ തീർത്ഥാടന വഴികളിലൂടെ കൈകളിൽ ജപമാലയും ചുണ്ടിൽ പ്രാർത്ഥനാ മഞ്ജരികളുമായി തീർത്ഥാടകർ ഭക്തിപൂർവ്വം പങ്കെടുത്തു. പ്രധാന തിരുനാൾ ദിനമായ നാളെ പുലർച്ചെ 4:45 മുതൽ രാത്രി 9:30 വരെ തുടർച്ചയായി വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും. രാവിലെ 7-ന് മാർ ജോസഫ് പുളിക്കാപ്പറമ്പിൽ നേർജപം മഞ്ജരിക്കും. 8:30-ന് മാർ ജോസഫ് കല്ലറങ്ങാട്ട് വിശുദ്ധ കുർബാന അർപ്പിക്കും. രാവിലെ 10:30-ന് ഇടവകപ്പള്ളിയിൽ സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന്റെ മുഖ്യ കാർമ്മികത്തിൽ വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും. ഉച്ചയ്ക്ക് 12:30-ന് തിരുനാൾ പ്രദക്ഷിണം നടക്കും. ന്യൂസ് ബ്യൂറോ, പാല. കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ എഞ്ചിനീയർമാരുടെയും ഓവർസിയർമാരുടെയും യോഗം കാഞ്ഞിരപ്പള്ളി MLA പ്രൊഫസർ റോണി കെ ബേബിയുടെ അധ്യക്ഷതയിൽ ചേർന്നു. മണ്ഡലകാലത്തിന് മുൻപ് വിവിധ റോഡുകളുടെ പണി പൂർത്തീകരിച്ച് നൽകി ഗതാഗതം സുഗമമാക്കുമെന്ന് ഇവർ ഉറപ്പു നൽകി. കാഞ്ഞിരപ്പള്ളി, പൊൻകുന്നം, കറുകച്ചാൽ ടൗണുകളിലെ ഗതാഗത കുരുക്കിന് പരിഹാരമായി മിനി ബൈപ്പാസുകൾ അനുവദിക്കുമെന്ന് പ്രൊഫസർ റോണി കെ ബേബി പറഞ്ഞു. കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിലെ വിവിധ റോഡുകൾ, ബൈപ്പാസ് എന്നിവയുടെ പൂർത്തീകരണവുമായി ബന്ധപ്പെട്ട് എഞ്ചിനീയർമാർ, ഓവർസിയർമാർ, വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുടെ യോഗം കാഞ്ഞിരപ്പള്ളി MLA പ്രൊഫസർ റോണി കെ ബേബി വിളിച്ചു ചേർത്തു. പൊൻകുന്നത്തെ MLAയുടെ ഓഫീസിൽ നടന്ന യോഗത്തിൽ KSTB, PWD, റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ്, KSEB, വാട്ടർ അതോറിറ്റി സെഷനുകളിലെ എഞ്ചിനീയർമാരും ഓവർസിയർമാരും ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. മണ്ഡലത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രൊജക്ടുകൾ കാലതാമസം കൂടാതെ പൂർത്തീകരിക്കുമെന്ന് ഇവർ ഉറപ്പു നൽകിയതായി MLA പറഞ്ഞു. കാഞ്ഞിരപ്പള്ളി മണിമല തീരദേശ ലിങ്ക് റോഡിന്റെ മണ്ണനാനി വരെയുള്ള 1ാം റീച്ച് മണ്ഡലകാലത്തിന് മുൻപ് പൂർത്തിയാക്കുമെന്നും MLA പറഞ്ഞു. കൂടാതെ കാഞ്ഞിരപ്പള്ളി, പൊൻകുന്നം, കറുകച്ചാൽ ടൗണുകളിലെ ഗതാഗത കുരുക്കിന് പരിഹാരമായി പുതിയ മിനി ബൈപ്പാസുകൾ അനുവദിക്കുന്ന കാര്യം സജീവ പരിഗണനയിലാണെന്നും പ്രൊഫസർ റോണി കെ ബേബി പറഞ്ഞു. KK റോഡിന്റെ വിപുലീകരണവുമായി ബന്ധപ്പെട്ട് പൊൻകുന്നം ടൗണിൽ പുതിയ ബൈപ്പാസും പ്രതീക്ഷിക്കുന്നതായി പ്രൊഫസർ റോണി കെ ബേബി പറഞ്ഞു. 3 മിനി ബൈപ്പാസുകൾ. ഒന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ നിന്നും അവിടേക്ക് നമ്മുടെ ICIC ബാങ്ക് പഠിക്കൽ ചെല്ലുന്ന കാഞ്ഞിരപ്പള്ളി തമ്പലക്കാട് റോഡിൽ എത്തുന്ന ഒരു മിനി ബൈപ്പാസ്. 2, അതുപോലെ തന്നെ നമ്മുടെ കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രി പഠിക്കയിൽ നിന്നും വലത്തോട്ട് തിരിഞ്ഞ് ചെറക്കടവ് അമ്പലം പഠിക്കൽ എത്തുന്ന പുനലൂർ മൂവാറ്റുപുഴ ഹൈവേയിലെത്തുന്ന മറ്റൊരു മിനി ബൈപ്പാസ്. പിന്നെ പൊൻകുന്നം പട്ടണവുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു മിനി ബൈപ്പാസ്. പിന്നെ പൊൻകുന്നം ഭാഗത്ത് നമ്മളൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താതെ നിൽക്കാനുള്ള കാരണം നമ്മുടെ KK റോഡിൻ്റെ വിപുലീകരണം വരുന്നു എന്ന ഒരു ചർച്ചകളുണ്ടായിട്ടുണ്ട്. ഒരു പക്ഷേ
ഈ പൊൻകുന്നം ടൗണിൽ നിന്ന് ഒരു വലിയ ബൈപ്പാസ് വരാൻ പോകുന്നുണ്ട്. അതിൻ്റെ അലൈൻമെൻറ്റ് ആയിട്ടില്ല. അപ്പം അതിൻ്റെ അലൈൻമെൻറ്റ് കൂടി ഒന്ന് വന്നിട്ട് നമുക്ക് നമ്മുടെ പൊൻകുന്നം ടൗണിൻ്റെ ചുറ്റുമുള്ള മിനി ബൈപ്പാസിലേക്ക് കടക്കാം. എന്നാലും അതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ വളരെ സജീവമായി നടക്കുന്നുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ, ചെറക്കട പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ, ബഹുമാനപ്പെട്ട പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെ, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെ, വ്യാപാരി വ്യവസായിയുടെ നേതാക്കന്മാർ ഉൾപ്പെടെ നമ്മൾ പ്രാഥമികമായ ചർച്ചകൾ നടന്നു കഴിഞ്ഞു. പൊൻകുന്നത്തെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിനുള്ള നിരവധി നിർദ്ദേശങ്ങൾ നമ്മുടെ പരിഗണനയിലുണ്ട്. അപ്പോൾ ആ വിഷയങ്ങളിലും നമ്മൾ കൃത്യമായി ഇടപെടൽ നടത്തും. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും നാട്ടകം സുരേഷ് MLAയ്ക്കും വിജയപുരം ജനതയുടെ സ്നേഹാദരവ്. പൗരാവലിയുടെ നേതൃത്വത്തിൽ ഇരുവർക്കും സ്വീകരണം നൽകി. നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഏറ്റുമാനൂർ മണ്ഡലം MLA നാട്ടകം സുരേഷ് എന്നിവർക്ക് വിജയപുരം ജനതയുടെ നേതൃത്വത്തിൽ ഊഷ്മളമായ സ്വീകരണം നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈനി വർക്കിയുടെ അധ്യക്ഷതയിൽ നടന്ന സ്വീകരണ യോഗം മുൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി KC ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഏറ്റുമാനൂർ മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ഭൂരിപക്ഷം വിജയിക്കാൻ സാധിച്ചു. ഇതിന് അപേക്ഷയേ ഉള്ളൂ. ഞാൻ ആവർത്തി പറയുകയാണ്, ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു വട്ടം ആർക്ക് MLA ആണ്, രണ്ടാം വട്ടം MLA ആകുന്ന പ്രയാസമുള്ള കാര്യമാണ്. ശ്രീ നാട്ടകം സുരേഷ് എന്നും ഏറ്റുമാനൂർ MLA ആയിരിക്കണം. രാധാകൃഷ്ണൻ എങ്ങനെയാണ് കോട്ടയത്ത് MLA ആയിരിക്കുന്നത്, അതുപോലെ എന്നും ഏറ്റുമാനൂരിൽ സുരേഷിൻ്റെ പേര് MLA ഉണ്ടാകണമെങ്കിൽ നമ്മൾ ആ മണ്ഡലത്തെ ശ്രദ്ധിക്കണം, അവരെ വിശ്വാസത്തിലെടുക്കണം, അവരെ കൂട്ടിയോജിപ്പിച്ചിട്ട് പോകണം. അങ്ങനെയാൽ മാത്രമേ വികസനം കൊണ്ട് മാത്രമേ MLA സാധിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ ഇത്തവണ ഇത്രയും MLAമാർ 102 പേരെ UDF ഉണ്ടാകുമായിരുന്നില്ല. മാർത്തോമാ സഭയുടെ കോട്ടയം കൊച്ചി ഭദ്രാസനാധിപൻ റവറന്റ് ഡോക്ടർ തോമസ് മാർ തിമോഥിയോസ് മെത്രാപ്പൊലീത്ത മുഖ്യപ്രഭാഷണം നടത്തി. വിവിധ മേഖലകളിലെ പ്രമുഖർ, ജനപ്രതിനിധികൾ, സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ, രാഷ്ട്രീയ നേതാക്കൾ, നൂറുകണക്കിന് നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും നാട്ടകം സുരേഷ് MLAയെയും പൊന്നാട അണിയിച്ചും ഉപഹാരങ്ങൾ സമ്മാനിച്ചും ആദരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈനി വർക്കി അധ്യക്ഷയായി. ജനങ്ങൾ നൽകിയ സ്നേഹത്തിനും ആദരത്തിനും സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും നാട്ടകം സുരേഷ് MLA നന്ദി രേഖപ്പെടുത്തി. വിജയപുരത്തിന്റെ സമഗ്ര വികസനത്തിനായി തുടർന്നും ഒപ്പമുണ്ടാകുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. MLA നാട്ടകം സുരേഷും ജനങ്ങളുടെ പിന്തുണയ്ക്ക് നന്ദി അറിയിച്ച് മണ്ഡലത്തിന്റെ പുരോഗതിക്കായി കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുമെന്ന് വ്യക്തമാക്കി. അഡ്വക്കേറ്റ് ടോമി കല്ലാനി, ഫാദർ തോമസ് K. ഇട്ടി, പ്രവീൺ V. ജെയിംസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കൊടുങ്ങൂർ യുദ്ധസ്മാരകത്തിൽ കാർഗിൽ വിജയ ദിവസ് ആചരിച്ചു. പാമ്പാടി KG കോളേജിലെ NCC കേഡറ്റുകൾ അഭിവാദ്യം അർപ്പിച്ചു. കാർഗിൽ യുദ്ധത്തിൽ രാജ്യത്തിനായി വീരമൃത്യു വരിച്ച ധീരജവാന്മാരുടെ ഓർമ്മയ്ക്കായി കൊടുങ്ങൂരിലെ യുദ്ധസ്മാരകത്തിൽ കാർഗിൽ വിജയ് ദിവസ് ആചരിച്ചു. നാഷണൽ എക്സ് സർവീസ്മെൻ കോഓർഡിനേഷൻ കൗൺസിൽ വാഴൂർ യൂണിറ്റിന്റെയും പാമ്പാടി KG കോളേജ് NCC യൂണിറ്റിന്റെയും ആഭിമുഖ്യത്തിലായിരുന്നു ചടങ്ങുകൾ. നാഷണൽ എക്സ് സർവീസ് മെൻ കോഓർഡിനേഷൻ കൗൺസിൽ സംസ്ഥാന പ്രസിഡന്റ് ചന്ദ്രശേഖർ നായർ ചടങ്ങിൽ ദേശീയ പതാക ഉയർത്തി. തുടർന്ന് യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. തുടർന്ന് നടന്ന യോഗത്തിൽ ലഫ്റ്റനന്റ് കേണൽ രാജമ്മ മുഖ്യപ്രഭാഷണം നടത്തി. NEXCC വാഴൂർ യൂണിറ്റ് പ്രസിഡന്റ് പ്രസന്നകുമാർ KS ചടങ്ങിൽ പങ്കെടുത്തവർക്ക് കാർഗിൽ ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കര, നാവിക, വ്യോമസേനകളിൽ നിന്നും മറ്റ് സായുധ സേനകളിൽ നിന്നും വിരമിച്ച നിരവധി പൂർവ്വ സൈനികർ ചടങ്ങിൽ സംബന്ധിച്ചു. ചടങ്ങിൽ പാമ്പാടി KG കോളേജിലെ NCC കേഡറ്റുകളുടെ പങ്കാളിത്തവും ഏറെ ശ്രദ്ധ നേടി. സീനിയർ അണ്ടർ ഓഫീസർ ദിൽഷ ഗോപകുമാർ, അണ്ടർ ഓഫീസർ അഭിജിത്ത് പ്രസാദ്, അണ്ടർ ഓഫീസർ നിരഞ്ജന ബാബു, കമ്പനി സർജന്റ് മേജർ ആദിത്യൻ PK എന്നിവരുടെ നേതൃത്വത്തിലുള്ള NCC കേഡറ്റുകളാണ് ചടങ്ങിൽ അണിനിരന്ന് ഗാർഡ് ഓഫ് ഓണറും സല്യൂട്ടും അർപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ഹോളി ഫാമിലി ഹൈസ്കൂളിൽ സൗജന്യ ദന്ത നേത്ര പരിശോധനയും കണ്ണട വിതരണവും നടത്തി. 2000-ഓളം കുട്ടികൾ ക്യാമ്പ് പ്രയോജനപ്പെടുത്തി. ലയൺസ് ക്ലബ്ബ് ഓഫ് കോട്ടയം സെന്ററും ഹോളി ഫാമിലി ഹൈസ്കൂളും സംയുക്തമായി സ്കൂളിലെ 2000-ഓളം വരുന്ന കുട്ടികൾക്കായി സൗജന്യ ദന്ത നേത്ര പരിശോധനാ ക്യാമ്പും സൗജന്യ കണ്ണട വിതരണവും നടത്തി. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കോട്ടയം ചാപ്റ്ററിന്റെയും ഇസാറ ഐ ഹോസ്പിറ്റലിന്റെയും സഹകരണത്തോടെയായിരുന്നു ക്യാമ്പ്. പഠനത്തോടൊപ്പം തന്നെ കുട്ടികളുടെ മാനസിക, ശാരീരിക, കായിക താൽപര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ലയൺസ് ക്ലബ്ബ് വിഭാവനം ചെയ്യുന്ന സൈറ്റ് ഫോർ കിഡ്സ് എന്ന പ്രോഗ്രാമിന്റെ തുടക്കമായിരുന്നു ഇത്. ലയൺസ് ക്ലബ്ബ് ഓഫ് കോട്ടയം സെൻട്രൽ പ്രസിഡന്റ് ലയൺസ് സാജൻ P. ഗോപാലൻ പദ്ധതികളായ നയനം സഹസ്രത്തെക്കുറിച്ചും SFKയെക്കുറിച്ചും വിശദീകരിച്ചു. ഡിസ്ട്രിക്ട് ഗവർണർ പ്രിൻസ് കറിയ, നയനം സഹസ്രം ജില്ലാ കോർഡിനേറ്റർ TM കൊച്ചുമോൻ, സണ്ണി തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു. 1500 കുട്ടികൾ ക്യാമ്പ് പ്രയോജനപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലാ നിയോജക മണ്ഡലത്തിലെ പൊതുമരാമത്ത് വകുപ്പ് ജൽജീവൻ മിഷൻ
പ്രവൃത്തികളുടെ അവലോകന യോഗം ചേർന്നു. മാണി സി കാപ്പൻ MLA അധ്യക്ഷതയിലായിരുന്നു യോഗം. ചെത്തിമറ്റം മുതൽ എടപ്പാടി വരെ റോഡ് കയ്യേറ്റം പൂർണ്ണമായി ഒഴിപ്പിക്കാൻ MLA ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ഇതിന്റെ ഭാഗമായി റോഡ് മണ്ണിട്ട് ഉയർത്തി ടാർ ചെയ്ത വെള്ളപ്പൊക്ക ഭീഷണി ഒഴിവാക്കും. മുടങ്ങിക്കിടന്ന കളരിയാമ്പാക്കൽ അപ്രോച്ച് റോഡ്, റിവർവ്യൂ റോഡ്, ബൈപ്പാസ് റോഡ് എന്നിവ പൂർത്തീകരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. പാലാ ഗവൺമെന്റ് ആശുപത്രി ജംഗ്ഷനിൽ ട്രാഫിക് സിഗ്നൽ സ്ഥാപിക്കുകയും പൊൻകുന്നം റോഡിൽ നിന്നും ഡിവൈഡറിന്റെ 2 സൈഡിലൂടെയും വാഹനങ്ങൾ വരുന്ന സാഹചര്യത്തിൽ റിമ്പിൾ സ്ട്രിപ്പ് സ്ഥാപിക്കുന്നതിനും സീബ്ര ലൈൻ താഴേക്ക് മാറ്റി വരിക്കുന്നതിനും തീരുമാനിച്ചു. ജൽജീവൻ മിഷനുമായി ബന്ധപ്പെട്ട് മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിൽ ഏറ്റെടുത്തിട്ടുള്ള റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കി സെപ്റ്റംബർ 30 മുമ്പ് പൊതുമരാമത്ത് വകുപ്പിന് കൈമാറുന്നതിനെ തുടർച്ചയായി കോൺട്രാക്ടർമാരെ കൂടി പങ്കെടുപ്പിച്ച് പഞ്ചായത്തിന്റെ ഓരോ റോഡും പ്രവർത്തന പുരോഗതിയും പൂർത്തിയാക്കേണ്ട കാലാവധിയും യോഗത്തിൽ തീരുമാനിച്ചു. യോഗത്തിൽ മാണി സി കാപ്പൻ MLA അധ്യക്ഷത വഹിച്ചു. പൊതുമരാമത്ത് വകുപ്പ് മോണിറ്ററിംഗ് കമ്മിറ്റി കൺവീനറും എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായ ശ്രീജ, ജൽജീവൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കിഷൻ ചന്ദ് എന്നിവർ പ്രവൃത്തികളുടെ അവലോകനം നടത്തി. പൊതുമരാമത്ത് വകുപ്പ്, ജൽജീവൻ വകുപ്പ്, ജനപ്രതിനിധികൾ, KSB, വാട്ടർ അതോറിറ്റി, RTO ഉദ്യോഗസ്ഥർ, ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കറുകച്ചാലിൽ കള്ളനോട്ടുകൾ പിടികൂടിയ സംഭവം. പൊൻകുന്നം സ്വദേശി ഉൾപ്പെടെ 4 പേർ പോലീസ് പിടിയിൽ. പിടിച്ചെടുത്തത് 500-ന്റെ 135 നോട്ടുകൾ. ഉറവിടം അന്വേഷിക്കുന്നു. ഓണം ഖാദി മേളകൾ കോട്ടയം ജില്ലയിൽ തുടങ്ങി. മേളകൾ ഖാദിയെ കൂടുതൽ ജനകീയമാക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ്. മണർകാട്ടെ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും ഓട്ടോറിക്ഷ വാങ്ങാനെടുത്ത വായ്പാ തുക പൂർണ്ണമായും നൽകിയിട്ടും NOC നൽകുന്നില്ലെന്ന് പരാതി. ഇനിയും 2 ലക്ഷം കൂടി വേണമെന്ന് ആവശ്യപ്പെട്ട് ധനകാര്യ സ്ഥാപനം. ആനിക്കാട് സ്വദേശിയും കുടുംബവും ആത്മഹത്യയുടെ വക്കിൽ. വിശ്വാസവീഥിയിൽ ഭരണങ്ങാനം. വിശുദ്ധ അൽഫോൻസാമയുടെ പ്രധാന തിരുനാൾ നാളെ. നാടാകെ ഭരണങ്ങാനത്തേക്ക്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.